PSC പരീക്ഷയ്ക്ക് ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ്. ഒന്നാമതായി 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. ഇനി 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം സൊമാലിയാണ്. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം സൊമാലിയാണ്. അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 93ആണ്. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം ഏതാണ്? സൊമാലിയാണ്. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 93ആണ്. ഈ ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ് ആണ്. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ് ആണ്. ഇനി സന്തോഷ സൂചികയിൽ സന്തോഷം കുറഞ്ഞ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 126ആണ്. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ് ആണ്. ഏറ്റവും ഒടുവിലത്തെ സ്ഥാനത്ത് സന്തോഷം കുറഞ്ഞ രാജ്യം പ്രഖ്യാപിക്കപ്പെട്ടത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 126ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1ാം സ്ഥാനമുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 134ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 134ആണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ഇനി 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം സൊമാലിയയും ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 93ആണ്. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ് ആണ്. സന്തോഷ സൂചികയിൽ ഏറ്റവും പുറകെ നിൽക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനും. ഇന്ത്യയുടെ സ്ഥാനം 126ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 134ആണ്.